ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ് നോക്കുന്നത്. ഇതൊരു റിസർച്ച് ആൻഡ് അനാലിസിസ് വർക്ക് ചെയ്തതിൻ്റെ ബേസിൽ ഉണ്ടായ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് വാർത്ത എന്നുള്ളതിലുപരിയായിട്ട് മെഡിക്കൽ ഫീൽഡിൽ AI ഇൻറ്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ പലരുടെയും ജോലി പോവും എന്നുള്ളൊരു ഭീതി അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അതായത് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന നേഴ്സുമാരായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഒരു പേടി ജനിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ജോലി പോകുമോ എന്നുള്ള രീതിയിൽ അതിന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനോട് കൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. AI വന്നതോടുകൂടി ജോലി നഷ്ടപ്പെടും ചോദിച്ചു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, ഇല്ല എന്നില്ല. പക്ഷേ അതിന് വേറൊരു രൂപമാറ്റം സംഭവിക്കും. അതാണ് സംഭവിക്കുക. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യന്മാരുടെ ടൈം സേവ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് പലപ്പോഴും ഈ സൊസൈറ്റി അതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുപോലെ സർജറി ആയിക്കോട്ടെ എന്തായാലും അത് ഒരുപാട് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ തീർപ്പാക്കി കിട്ടും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ AI വന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും നേരെയായി, ഇനി മനുഷ്യൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കോമഡി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അനസ്തീഷ്യ, സർജറി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അനസ്തീഷ്യയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോഡി വൈറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതൊക്കെ ഓരോ മനുഷ്യന്റെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതായത് മദ്യപാന സ്വഭാവമുള്ള ആൾക്കാരുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന പോലെയല്ല മദ്യപിക്കാത്ത ആൾക്കാരുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അനസ്തീഷ്യ മെഡിസിൻസ് അതിനകത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ഒരു മെഡിസിന്റെ അളവ് പല തിയറിയിൽ പറയുന്ന പോലെയുള്ള അളവ് മെഷർമെന്റ് അല്ല. പലർക്കും അനസ്തീഷ്യ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് എടുക്കുന്ന ചില ഡോക്ടേഴ്സ് തിയറിറ്റിക്കൽ നോളജിൽ പുറമെ എക്സ്പീരിയൻസ് നോളജ് കൊണ്ട് എടുക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊത്ത AI ഒന്നും ഇപ്പം ഡെവലപ്പ് ആയിട്ടില്ല. AI ആ രീതിയിൽ അതിഭീകരമായ രീതിയിൽ AI ഡെവലപ്പ് ആയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമീപ ഭാവിയിലൊന്നും അങ്ങനെ ഡോക്ടേഴ്സിനെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഡോക്ടേഴ്സിനെയും നഴ്സിനെയും എല്ലാം വീട്ടിലിരുത്തിക്കൊണ്ട് AI റോബോട്ടിക് സിസ്റ്റം മാത്രം വെച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന ആ രീതിയിലുള്ള ഭീതിപ്പെടുത്തുന്ന AI ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടില്ല. അതിന് ഇനിയും എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതാദ്യം മനസ്സിലാക്കിയാൽ മതി ബേസിക് ആയിട്ട്. അതുകൊണ്ട് ഡോക്ടേഴ്സ്, നേഴ്സ് ഇവരെല്ലാം ധൈര്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്കൊക്കെ ജോലി ഉടനീളം എന്തായാലും ഒരു 100 വർഷത്തേക്കെങ്കിലും നിങ്ങളുടെ ജോലി ആരും കളയാൻ പോകുന്നില്ല. പിന്നെ ചില ഡെവലപ്മെന്റ്സ്, അതായത് ഇപ്പോൾ നമ്മളൊരു വാച്ച് കിട്ടിയാൽ തന്നെ നമ്മുടെ BP ഉൾപ്പെടെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചില മുൻകരുതലുകൾ, അതായത് നമ്മളൊരു വാച്ച് റിസ്റ്റിൽ കെട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ഫുൾ ഡേറ്റാബേസ്, നമ്മളുടെ ഇന്നത്തെ BP എത്രയാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് എത്രയാണ്, നമ്മൾ ഹെൽത്തി ആണോ, നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുതലുണ്ടോ കുറവുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില അലേർട്ടുകൾ തരാനും അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അതിലൂടെ കൂടുതൽ റവന്യൂ ഹോസ്പിറ്റലിനും ലബോറട്ടറിക്കൊക്കെ ജനറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് തികച്ചും ഇൻഡസ്ട്രിയെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒരു ഭീതിയൊന്നും ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പൊ അതിലുപരിയായിട്ട് ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബിൽ ഗേറ്റ്സ് ഈ ഒരു വിഷയം, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ചിന്തയോടുകൂടി ബിൽ ഗേറ്റ്സ് ഈ ഒരു AI ഡെവലപ്മെന്റ് ഇൻ മെഡിക്കൽ ഫീൽഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു സ്പീച്ചിൽ നിന്നുമാണ് ഇൻസ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വീഡിയോകൾ വരും. ആരെയും വ്യക്തിപരമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല നമ്മൾ ഇവിടെ വീഡിയോ ഇടുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയമാണ്. ആ വിഷയത്തിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് അതാണ് പറയുന്നത്, അല്ലാതെ വ്യക്തികളല്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളെല്ലാം തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ആ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ഗണ്ണിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് തുടർന്ന് വീഡിയോയിലോട്ട് പോവാം. 2017 ഇന്ത്യൻ ഗവൺമെന്റ് പാത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടനയെ നിരോധിക്കുകയാണ്. എന്താണ് ഈ സംഘടന ചെയ്തുകൊണ്ടിരുന്നത്? ഇന്ത്യക്കുള്ളിലാണ് ഇത് സംഭവിച്ചത് കേട്ടോ. 2017 ഈ PATH എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയെ നിരോധിക്കുന്നത്. പ്രോഗ്രാം ഫോർ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇൻ ഹെൽത്ത്. പ്രോഗ്രാം ഫോർ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇൻ ഹെൽത്ത്, ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിനെയാണ് പാത്ത് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത്. ഈ ഒരു സംഘടനയ്ക്ക് ഫണ്ട് കൊടുത്തിരുന്നത് ബിൽ ഗേറ്റ്സിന്റെ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ആണ്. ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചാണ് ഈ ഒരു സംഘടന ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ചത്. ഇത് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമാണെന്ന് മനസ്സിലായല്ലോ. ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട്, പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട്, വാക്സിൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ബിൽ ഗേറ്റ്സ് ഇത്രമാത്രം നല്ല ബ്ലഡ് റഷ് ആയിട്ട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി സംസാരിക്കും. കാരണം അതിന്റെ പുറകിൽ കാര്യമുണ്ട്. അതാണ് ഇപ്പൊ ഉടനീളം നമുക്ക് നോക്കാൻ പോകുന്നത്. ബിൽ ഗേറ്റ്സ് ഫണ്ട് ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ ഇവര് വാക്സിൻ ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്. ഇവര് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു കമ്പനിയിൽ നിന്ന് വാക്സിൻ പ്രൊഡ്യൂസ് ആയി അത് പല മൃഗങ്ങളിലും പരീക്ഷിക്കപ്പെട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ വാക്സിൻ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബോഡിയിൽ ഇത് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഈ ഹ്യൂമൻ ബോഡിയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊല്ലങ്ങളായിട്ട്, അതായത് വർഷങ്ങളായിട്ട്, ഡെക്കേഡ് ആയിട്ട് ഈ ഒരു കാര്യം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇവരെ സെലക്ട് ചെയ്യുന്നത് ആഫ്രിക്ക, അതേപോലെ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളെയാണ് ഇവർ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഇത് ടെസ്റ്റ് ആണെന്ന് ആർക്കും തന്നെ അറിയാത്ത രീതിയിലാണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പാത്ത് സംഘടനയെ ബാൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു 7 ലേഡീസ്, കുറച്ച് കുട്ടികൾ മരണപ്പെടുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ 2017 മുമ്പായിട്ട്.
അപ്പൊ ഇവരൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നേടിയ ആൾക്കാരാണ്. പലരും പല സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായിട്ടാണ് പിന്നീട് റെക്കോർഡുകൾ ഉണ്ടാക്കപ്പെട്ടത്. ചിലർ കിണറ്റിൽ വീണ് മരിച്ചെന്നും ചിലർക്ക് പാമ്പ് കടിയേറ്റ് മരിച്ചെന്നും ചിലര് പല രീതിയിലുള്ള വിവിധ രോഗങ്ങളിൽപ്പെട്ട് മരിച്ചെന്നും ഇവരുടെ റെക്കോർഡ്. പക്ഷെ ഇത് അവസാനം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി എത്തിയപ്പോഴത്തേക്കാണ് ഈ ഒരു പാത്ത് ഫൗണ്ടേഷനെ ബാൻ ചെയ്തത്. കാരണം അവർ കൊടുത്ത വാക്സിനിൽ നിന്നുമാണ് ഈ ഒരു പിഴവ് സംഭവിച്ചത് എന്നാണ് റെക്കോർഡിക്കൽ പ്രൂഫ്. ഗെയ്റ്റ്സ് ഫൗണ്ടേഷൻ ഈ വാക്സിനിൽ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇവർ അഗ്രികൾച്ചറിലും ഇവർ ഇടപെടുന്നുണ്ട്. അഗ്രികൾച്ചറിൽ ഇവർ എന്തിലാണ് ഇടപെടുന്നത് പറഞ്ഞാല് ജനറ്റിക്കലി മോഡിഫൈഡ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, ഈ രീതിയിലാണ് അവർ ഇടപെടുന്നത്. അതായത് സാധാരണ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന അരി, ഗോതമ്പ് ഇതുപോലെയല്ല ഈ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഇടപെട്ട് നടത്തുന്ന അഗ്രികൾച്ചർ. അത് കുറച്ചുകൂടെ ഹൈടെക് ആണ്. ഹൈടെക് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അതിനകത്ത് ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ടെന്നും നാച്ചുറലി ഉണ്ടാകുന്ന പ്രോഡക്ട്സിനേക്കാളും ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, പല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് അഗ്രികൾച്ചറിലോട്ട് ബിൽ ഗേറ്റ്സ് വളരെയധികം ഫണ്ട് മുടക്കുന്നതും വൻതോതിൽ ഉൽപാദനം ചെയ്യുന്നതും. അമേരിക്കയില് പല കമ്പനികളും ഈ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനിൽ നിന്നും ഈ വിത്തുകളൊക്കെ മേടിച്ച് അമേരിക്കയില് പല മാസ് ഫുഡ് പ്രൊഡക്ഷൻ കമ്പനീസും ഈ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനെ ആശ്രയിക്കുന്നുണ്ട്. കാരണം യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. കാരണം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചെയ്യുന്ന എന്താണ്, അവര് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, മാൽ ന്യൂട്രീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, വളർന്നു വരുന്ന കുട്ടികൾ അതായത് ഈ ന്യൂ ബോൺ ബർത്ത് റേറ്റ് ഹെൽത്തി ആണോ എന്ന് ചെക്ക് ചെയ്യുക, പിന്നെ ജനസംഖ്യ എത്രയുണ്ട്, ജനസംഖ്യ വർധനവ് എങ്ങനെ കൺട്രോൾ ചെയ്യും, അതിനെക്കുറിച്ചുള്ള അഡ്വൈസുകൾ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എങ്ങനെ ജീവിക്കാം, പല രീതിയിലും ബിലോ പോവർട്ടി ലൈനിൽ താഴെ കിടക്കുന്ന പല രാജ്യങ്ങളെയും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നാണ് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന അതിനുവേണ്ടി നിലകൊള്ളുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു വേറൊരു സംഭവം കൂടെ ഉള്ളത്, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യണമല്ലേ. ഫണ്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ധാരാളം പൈസയുള്ള ആൾക്കാർ അതിനെ ബാക്കപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ ബാക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാരിറ്റി സംഘടനകളൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഇതിനെയൊക്കെ വിളിക്കുക. പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടാക്സ് ഒഴിവാക്കാനാണ്. അതാദ്യം മനസ്സിലാക്കുക. ഏതൊരു സംഘടനയും അവിടെ ഹ്യൂമൻ മാൻ പവറോ അല്ലെങ്കിൽ ശമ്പളമോ ഇതൊന്നും ഇല്ലാതെ അവിടെ പണിയെടുക്കത്തില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ശമ്പളം വേണ്ടേ? അവർ ഫ്രീ ആയിട്ടാണോ പണിയെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അവർക്ക് ശമ്പളമുണ്ട്, അവിടെ പണമിടപാട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ നോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അത് മാത്രം മനസ്സിൽ കരുതിയാൽ മതി. അല്ലാതെ നോൺ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കരുത് പുണ്യപ്രവൃത്തി ചെയ്യുന്ന സംഘടനകളാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ആഫ്രിക്കൻ റീജിയനിൽ അഗ്രികൾച്ചർ, അതായത് അവിടെ മാസ് പ്രൊഡക്ഷൻ നടത്താം എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് സ്റ്റഡി നടത്തുന്നത്. അവിടുത്തെ കുട്ടികൾക്കൊക്കെ ന്യൂട്രീഷൻ കുറവുണ്ട്, മാൽ ന്യൂട്രീഷൻ ആണ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ, റിപ്പോർട്ടുകളൊക്കെ പുറത്തിറക്കുക. എന്നിട്ട് ഈ ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലത്തെ ആൾക്കാർ അവിടെ പോയിട്ട് ഗേറ്റ്സ് AG എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഗേറ്റ്സ് AG എന്ന് പറഞ്ഞാൽ ബിൽ ഗേറ്റ്സിന്റെ അഗ്രികൾച്ചർ പ്രോജക്ട്, അതാണ് സംഭവം. 2020 ഈ ഗേറ്റ്സ് AGക്ക് ഫണ്ട് കൊടുക്കുന്നത് IFAD എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. IFAD എന്ന് പറഞ്ഞാൽ ഇത് ഗേറ്റ്സിന്റെ ഫൗണ്ടേഷന്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, അതാണ് ഈ IFAD എന്ന് പറയുന്നത്. ഇത് 2012 രൂപീകരിച്ച സംഘടനയാണ്. ഈ ഒരു സംഘടനയിൽ നിന്നാണ് ഗേറ്റ്സ് AGക്ക് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഗേറ്റ്സ് AG എന്താണ് ചെയ്യുന്നത്? ആഫ്രിക്കയിൽ അഗ്രികൾച്ചർ ചെയ്യാണ്. ആഫ്രിക്കയിൽ അഗ്രികൾച്ചർ എന്താണ്? ഇതേപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് അഗ്രികൾച്ചർ നീക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ഗേറ്റ്സ് നല്ല പൈസയൊക്കെ സമ്പാദിച്ച് നല്ല കാശുകാരനാണ്, അപ്പൊ അതുകൊണ്ട് സോഷ്യൽ സർവീസ് ചെയ്യുന്നതിന്റെ ഫിലോന്ത്രഫി പറയാമല്ലോ, ഫിലോന്ത്രഫിയുടെ ഭാഗമായിട്ട് ഇവര് പോയിട്ട് അതായത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക്, ആഫ്രിക്കയിൽ കിടക്കുന്ന ഈ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് മാൽ ന്യൂട്രീഷനുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയി സഹായിക്കുകയാണ് എന്നുള്ള ഒരു വാദം ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. വേറൊരു സൈഡിൽ അതായത് പാരമ്പര്യമായിട്ടുള്ള അഗ്രികൾച്ചർ രീതികളെ നശിപ്പിക്കാനും, അതായത് എത്നിക് ഗ്രൂപ്പുകൾക്കുള്ള ആ ഒരു അഗ്രികൾച്ചർ മെത്തേഡ് നശിപ്പിക്കാനും, വെസ്റ്റേൺ അഗ്രികൾച്ചർ ആ ഒരു കൾട്ടിവേഷൻ മെത്തേഡ് ഇൻഫിൽട്രേറ്റ് അവിടെ കടത്തിവിടാനും ആഫ്രിക്കയുടെ ഉള്ളിൽ ആ രീതിയിലേക്കുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചെറിയ കോഡ്, ഒരു ലൈൻ ഇത് രണ്ടിന്റെ ഇടയിൽ കിടപ്പുണ്ട്. ഈ ബിൽ ഗേറ്റ്സ് ഇവർക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റും ഈ ഒരു കാര്യങ്ങളെ സീഡും എല്ലാം കൊടുത്ത് ഇവര് കൃഷി ചെയ്യാണ്. ഈ കൃഷി വീണ്ടും നമ്മളെ വീട്ടിൽ ഒരു നാരങ്ങ ചെടി വെക്കുന്ന വെച്ചോ, ആ നാരങ്ങ നമ്മൾ സീഡ് ഇട്ടു, നാരങ്ങ കിളിർത്ത് വന്നു, ആ നാരങ്ങ പഴുത്ത് വന്നതിന് ശേഷം ആ നാരങ്ങയുടെ വിത്ത് എടുത്ത് നമുക്ക് വേറൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇനിയൊരു നാരങ്ങ ചെടി ഉണ്ടാവും. പക്ഷെ ബിൽ ഗേറ്റ്സിന്റെ
ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ ഈ പരിപാടി പറ്റില്ല. വൺ ടൈമാണ്. സീഡ് എടുത്ത് നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്ത് വേറൊരു ചെടി ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു സൊസൈറ്റിയുടെ ഉന്നമനത്തിന് ഉപയോഗിക്കാൻ പറ്റുക? ഇപ്പം അതായത് പൈസ ഉണ്ടാക്കിയ ഒരു നല്ല മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ഇത് പകർന്നു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതായത് ന്യൂട്രീഷൻ നിറഞ്ഞ ഈ വിറ്റാമിൻ സി ഒക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്, അതായത് ലാബ് പ്രോഡക്റ്റ് ആണ്. ലാബിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സാധനം വീണ്ടും ലാബിൽ വന്ന് തന്നെ മേടിച്ച് കൊണ്ട് വീണ്ടും നടണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ലാബിൽ വന്ന് മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമോ? അതായത് പല സംഭവങ്ങളും സെൻട്രലൈസ്ഡ് ചെയ്യാണ്. അഗ്രികൾച്ചർ വരെ സെൻട്രലൈസ്ഡ് ചെയ്യാണ്. ആ ഒരു പ്രവൃത്തിയാണ് ബിൽഗേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ അങ്ങ് എടുത്ത് വെക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് സീഡുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒറ്റ തവണയെ അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ആ ഒരു ചെടി നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ തന്ന ആൾ ആരാണോ അവിടെ തന്നെ പോയി ഇതിന്റെ അടുത്ത ഒരു ജനറേഷനുള്ള വിത്ത് മേടിച്ചുകൊണ്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലൊരു ചെറിയ ചെടി അവിടെ ജനറ്റിക്കലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെടി മേടിച്ചുകൊണ്ട് നടണം. ഇതാണ് ബിൽഗേറ്റ്സ് ഇപ്പൊ മൊത്തത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇപ്പൊ ജനസംഖ്യ ഒരുപാട് വർദ്ധിച്ചത് കൊണ്ട് തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആവശ്യമുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ആവശ്യമുണ്ട്. ശരിയാണ്, ഇതൊക്കെ അമേരിക്ക ഉൾപ്പെടെ അഗ്രികൾച്ചർ കമേഴ്ഷ്യൽ രീതിയിൽ മാസ് പ്രൊഡക്ഷനിൽ നടത്തുമ്പോഴത്തേക്കും ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് മാസ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ നല്ലതാണ്. ആരും പട്ടിണി കിടക്കണ്ട. ആ ഒരു കോൺസെപ്റ്റ് നല്ലതാണ്. പക്ഷെ അതേസമയം ഇതിന്റെ റൈറ്റ്സ് ഒരാളുടെ കയ്യിൽ നിലനിർത്തിക്കൊണ്ട് ഈ വിത്ത് എന്റെ അടുത്തേ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഫ്യൂച്ചറിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് ഒരു കർഷകന് അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഇതിലുപരിയായിട്ട് ഇത് ചെയ്യുന്നത് പാരമ്പര്യ കർഷകനെ നശിപ്പിക്കുകയാണ്. അതും കൂടെ ഇതിനകത്ത് ഈ ഒരു അലിഗേഷൻ കൂടെ വരുന്നുണ്ട്. അതായത് ഈ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഇങ്ങനെ തിളങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും സാധാരണ കർഷകന് ഇതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ സ്വമേധി അവൻ ആ കർഷക പണിയൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. പിന്നെ കാലക്രമേണ ഈ ഒരു പാരമ്പര്യ കൃഷി ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്നാണ് ഒരു സൈഡിലുള്ള വലിയ രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വാദം. അതായത് ഫുഡ് സെക്യൂരിറ്റിയെക്കാളും മുന്നിൽ നിൽക്കുന്ന വാദം ഇതാണ്. കാരണം ഇതിന്റെ പ്രാക്ടിക്കൽ എവിഡൻസ് ആഫ്രിക്കയിൽ സംഭവിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ജനങ്ങൾ 4 വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബിൽഗേറ്റ്സ് കാണിക്കുന്ന ഈ ഒരു പരിപാടിക്കെതിരെ. ഇന്ത്യക്കുള്ളിൽ പാത്ത് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ ബിൽഗേറ്റ്സിനെ ബാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബിൽഗേറ്റ്സ് ഫൗണ്ടേഷനെ ബാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താ? പാത്ത് ഫൗണ്ടേഷന് ബിൽഗേറ്റ്സ് പറയും ഞാൻ ജസ്റ്റ് ഫണ്ട് മാത്രമേ കൊടുത്തുള്ളൂ, എന്റെ കയ്യിൽ നിന്ന് അവർ ഫണ്ടാണ് കൊടുത്തത്. ഞാനൊരു മെഡിക്കൽ പ്രൊഫസറോ അല്ലെങ്കിൽ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലോ അല്ലെങ്കിൽ ഞാനൊരു അഗ്രികൾച്ചർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാർമറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഫണ്ട് കൊടുത്തു. അവരൊരു നല്ല പ്രവർത്തിക്കായിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഫണ്ട് ചോദിച്ചത്, ഞാൻ ഫണ്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് പറയേണ്ടത്. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ ബിൽഗേറ്റ്സ് പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ ഉത്തരമാണ്, ഞാൻ ഫണ്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ബിൽഗേറ്റ്സിനെതിരെ വ്യക്തിപരമായിട്ട് ഒരു രാജ്യങ്ങളിലും ബാനോ അയാൾക്കെതിരെ എന്തെങ്കിലും സാങ്ഷൻസോ അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾക്കാണ് ഈ ഒരു വിഷയം വരുന്നത്. ഒരു സംഘടന പോയാൽ വേറൊരു സംഘടന രൂപീകരിക്കാം, അത്രയല്ലേ ഉള്ളൂ. കാരണം എല്ലാം തന്നെ NGOs അല്ലേ, എല്ലാം തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ ബിൽഗേറ്റ്സിന് സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക, ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ മരുന്ന് പരിശോധനാ കേന്ദ്രങ്ങളായിട്ട് മാറ്റുകയാണ്. അതായത് മരുന്ന് കുത്തിവെച്ച് പരിശോധിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഉപകരണമായിട്ട് മാറ്റുകയാണ് ഏഷ്യൻസിനെയും ആഫ്രിക്കൻസിനെയും. ഈ ഒരു അലിഗേഷനും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് പറയാതെ പോകാൻ വയ്യ. ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഗേറ്റ്സ് ഇങ്ങനെ ഘോര വന്ന് നല്ല ഗുഡ് വില്ലോട് കൂടി സംസാരിക്കുമ്പോഴത്തേക്കും പൊതുവിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇയാളെ പോലത്തെ ഒരു പുണ്യവാൻ, ഇയാളെ പോലത്തെ ഒരു മഹാൻ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വിചാരിക്കും. ആ രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷേ ബിൽഗേറ്റ്സ് സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയമില്ല. ബിൽഗേറ്റ്സ് സംസാരിക്കുന്നതിന്റെ പുറകിൽ ബിൽഗേറ്റ്സിൻ്റെതായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. ഒരാൾ എന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും അയാൾ സംസാരിക്കുന്നത്. കാരണം അതിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ അയാളുടെ ഒരു നോളജ് എന്ന് പറയും. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ബിൽഗേറ്റ്സ് ഇത്രമാത്രം ഡീപ്പായിട്ട് സംസാരിക്കുന്നുവെങ്കിൽ ഹെൽത്തുമായിട്ടാണ് അയാളുടെ നേട്ടം. അയാളുടെ നേട്ടം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബില്യൺ കണക്കിൽ ഡോളേഴ്സ് ആണ് അയാൾ വാരിക്കൂട്ടുന്നത്. ബിൽഗേറ്റ്സിന്റെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം തന്നെ ബിൽഗേറ്റ്സ്, മെലിൻഡ ഗേറ്റ്സ്, അതേപോലെ ബിൽഗേറ്റ്സിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ അതിനകത്തുള്ളത്. ഇതിലുപരിയായിട്ട് വാറൻ ബഫറ്റ് ഉൾപ്പെടെ സമൂഹത്തിൽ ഞാൻ കാണിക്കുന്ന ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഈ ലിസ്റ്റിൽ പല പേരുകൾ ഞാനിപ്പോൾ എല്ലാം എടുത്ത് പറയുന്നില്ല. വാറൻ ബഫറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെർട്ട് ആണ് വാറൻ ബഫറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വ്യക്തികളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ചില ആളുകൾ ഈ ലോകത്തിൽ നടക്കുന്ന പലതിനെയും ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും, പക്ഷെ പുറത്തറിയില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ വാറൻ ബഫറ്റ് പോലത്തെ ആൾക്കാരൊക്കെ, അതായത് ലോകത്ത് എന്ത് മാറ്റം സംഭവിച്ചാലും അതിന്റെ പുറകിൽ ചില ആൾക്കാരുടെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷെ അത് ഹിഡൻ ആയിരിക്കും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓൺലി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷന്റെ പേരുകൾ മാത്രമായിരിക്കും മുൻപന്തിയിൽ നമുക്ക് കാണാൻ കഴിയാന്നുള്ളത്. അതായത് ബിൽഗേറ്റ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പോരാ. അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്.
ഈ വിഷയത്തിൽ വീണ്ടും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നമ്മൾ ഇത്രയും റിസർച്ച് വർക്ക് ചെയ്തു വെച്ചാലും ചിലപ്പോൾ നമ്മൾ ചെയ്തിരുന്ന വീഡിയോസ് ചിലപ്പോൾ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ വിഷയം കേൾക്കാനെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. ചില വിഷയങ്ങളിൽ 1-2 ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ വിഷയം സൊസൈറ്റിയിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.